പ്രശസ്തമായ ബ്രിട്ടീഷുകാരുടെ അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് നമ്മൾ ചിറയൻകീഴ് മുതലപ്പൊഴി ഭാഗത്തേക്ക് പോവുകയാണ്. ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നു. മുതലപ്പൊഴി അത് വാമനാപുരം റിവർ അറേബ്യൻ സീ ചേരുന്ന പ്രദേശമാണ്. ഒരു 2 കിലോമീറ്ററിനകം ദൂരമേ വരൂ. അത്ര മനോഹരമായ ഒരു ഇതിന് ചുറ്റാകെല്ലാം കായൽ തീരമാണ്. കടലിനും കോട്ടയ്ക്കും ഇപ്പുറം കായലും നദിയും എല്ലാമുള്ള ഈ മനോഹര തീരം ഒരിക്കലും മങ്ങാത്ത മായാത്ത മനോഹാരിത നൽകിക്കൊണ്ട് ഞങ്ങളെ മുതലപ്പൊഴിയിലേക്ക് ആനയിക്കുകയാണ്. മുതലപ്പൊഴിയിലേക്ക് ചിറയൻകീഴ് മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിലേക്ക് അടുത്തുകൊണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിലാണ് നമ്മൾ. ഇത് പൂത്തുറ ഈ റോക്കിയുടെ തിരുനാൾ മഹോത്സവം. പൂത്തുറ എന്ന് പറയുന്ന പ്രദേശമാണ് 5 കോട്ട കഴിഞ്ഞാൽ പ്രശസ്തമായി. പൂത്തുറയിലെ ജനങ്ങളെല്ലാം ഇപ്പോൾ ഫിഷിംഗ് ഹാർബർ സ്ഥലത്തോടുകൂടി അവരെല്ലാം സാമ്പത്തികമായി ഞങ്ങൾക്കെന്നും സഹായം നൽകുന്ന സാമ്പത്തിക ഉയർച്ച അവരുടെ ഭാഗങ്ങളിലെല്ലാം എല്ലാം ശ്രമിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹവാനായ പ്രദേശത്ത് നാരപ്പള്ളി ഭാഗത്തോട്ട് സെന്റ് ജോസഫ് സ്കൂൾ പിടിച്ച് ഉണ്ട്. ഒരു പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നത്. നമ്മളെ ഇവിടുത്തെ MLA ആരാണ്? രമ്യ ഹരിദാസ്. ഈ മണ്ണിന്റെ മണമുള്ള MLA വന്നിട്ടില്ല. ഇവിടെ മണ്ണിന്റെ മണമുള്ള MLA ഈ വക്കംപുരുഷോത്തമനൊക്കെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് കോൺഗ്രസിന്റെ ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് കാൻഡിഡേറ്റിനെ ഈ പുറത്തുവശത്ത് ഇത് ചിറയൻകീഴ് ആനത്തലോട്ടത്തോട്ട് പോകുന്ന റോഡാണ്. ഈ ഇടത് സൈഡ് ചിറയൻകീഴ് പഞ്ചായത്തിലെ ചിറയൻകീഴ് പഞ്ചായത്തിന്റെ
അപ്പോൾ ഇതിന് ഇടത് രോഗി സൈഡിൽ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലും വളരുവാൻ ജലാശയം കായലാണ്. ആ കായലിന് അപ്പുറത്ത് മറ്റൊരു തോടുണ്ട്. അതാണ് നമ്മുടെ വർക്കല തുറവിലേക്ക് പോകുന്ന കനാൽ. വിനയവും സഹനശക്തിയും നൽകി അതിന്റെ കാരണത്താൽ ഇവിടെ എല്ലാം കൂടുതൽ ശീലാന്തി എന്ന് പറയുന്ന ഒരു മരമാണ്. അതാണ് ഈ മണ്ണില്, ഈ കടൽ തീര മണ്ണിൽ അതിന് വളരുവാൻ നല്ല അനുയോജ്യമാണ്. ഇപ്പുറത്ത് നല്ല ശുദ്ധജലവും കിട്ടുന്നതാണ്. കായൽ വെള്ളവും കൂടുതലാണ്. നേരത്തെ ഇവിടെ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നു. മണ്ണെല്ലാം അടിച്ചുകൊണ്ട് പോയപ്പോഴേ അതിന്റെ ഭാരം കൊണ്ട് ഇട്ടേക്കുന്നതാണ് ഈ പാറ. നേടും മധ്യസ്ഥനായി നിയമിച്ച ഒരു കാലത്ത് ഈ റോഡ് ചിലപ്പോ ആനയുടെ നട്ടല് പോലെ കുട്ടി നിർത്തി രണ്ടു വശത്തും മണ്ണെല്ലാം പോയി നിൽക്കുന്ന ഒരു രംഗം നമ്മൾ കാണേണ്ടി വരും. വാരിയിൽ മാത്രമുള്ള ഒരു ആനയുടെ അസ്ഥികൂടം പോലെ നിൽക്കേണ്ട കാഴ്ച നമ്മൾ കാണേണ്ടതാണ്. അയൽ പ്രദേശമെല്ലാം ഇപ്പോൾ ബോട്ടും മറ്റൊക്കെ വൻ വ്യവസായങ്ങൾ, ഫിഷിംഗ് വ്യവസായം തകൃതിയായി നടക്കുന്ന പ്രദേശമാണ്. Yes. എല്ലാ സൈഡും പെർഫെക്റ്റ് പെർഫെക്റ്റ്. ഇവിടെ മണ്ണെല്ലാം കടലെടുത്തോണ്ട് പോയെന്നോ. തെങ്ങുകളുടെ അസ്ഥിവാരം വരെ തോണ്ടിരിക്കുകയാണ്. ആനയുടെ മുതുകല്ല് പോലെ, ഇതിന്റെ നട്ടല് പോലെ കാണുന്ന ഈ റോഡിലൂടെ വേണം നമ്മൾ യാത്ര ചെയ്യുന്നത്. ആനയുടെ തുമ്പിലേക്ക് പോലെ അവിടെ ഉള്ള കടലിലേക്ക് പാറയും എന്ത് ശാസ്ത്രീയ രീതിയിലുള്ള നിർമ്മിതികളാണെന്ന് അറിയത്തില്ല. ഇതിവിടെ വളരെയധികം ഈ റോഡിനെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഇത്ര മനോഹരമായ ഈ പ്രദേശം നഷ്ടപ്പെടും. മറ്റുള്ള തീരപ്രദേശം പോലല്ല. ഇവിടെ കടലിന് വളരെ 10 മീറ്ററിന് താഴെ ജനവാസം നാം കടക്കുന്നത്. അതേ പറഞ്ഞാൽ ഇത്രയും അകലത്തിലെ ജനവാസം പാടില്ലല്ലോ. ഇത് നല്ലൊരു ഹൈവേ ആക്കി മാറ്റേണ്ട ഒരു പ്രദേശം. എന്നിട്ട് ഈ ജനങ്ങൾക്ക് ഈ കായലിനപ്പുറത്ത് നല്ല വില്ലകളോ ഫ്ലാറ്റുകളോ ഒക്കെ അല്ലെങ്കിൽ കടൽ നികത്തി അതിനുള്ള സ്ഥലം പ്രകൃതിയെ ബാധിക്കില്ല.
എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ചെയ്യാതിരുന്നു. ചൈനയും ജപ്പാനും ഒക്കെ ചെയ്യുന്നത്, ചൈനയും ജപ്പാനും ശ്രീലങ്കയല്ല, ശ്രീലങ്ക വരെ ചെയ്യുന്നു. ഈ പ്രകൃതി എന്ന് പറഞ്ഞാല് അവർക്കും വലിയ പ്രകൃതി എന്തോന്ന് ജനിച്ച് നീ പറയുന്നു. എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉള്ളതല്ലേ. മറ്റുള്ള രാഷ്ട്രങ്ങളെ വികസനത്തിന്റെ ഭാഗമായി ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളിവിടെ പ്രകൃതി എന്ന് പറഞ്ഞിരുന്നാൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ അവരുടെ എല്ലാം പിറകിൽ കിടക്കേണ്ടി വരും 10-100 കൊല്ലം. അതിന് വേണ്ടി ചില 60 കഴിഞ്ഞ മക്കൾക്കാണ് ഇത് പ്രകൃതി എന്ന് പറഞ്ഞാൽ എല്ലാം പ്രകൃതി തന്നെ. നമ്മൾ മനുഷ്യനും പ്രകൃതിയിലൊന്നും പുതുതായി സൃഷ്ടിക്കുന്നുണ്ട്. എല്ലാം ഈ പ്രകൃതിയിലുള്ള വസ്തുക്കൾ തന്നെ. അതിന് ഒരു സ്ഥലത്ത് അവന്റെ പുരോഗതിക്ക് വേണ്ടി അവന്റെ പുരോഗതിക്ക് അവന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവൻ പല രൂപങ്ങളിലും പല രീതിയിലും മാറ്റുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുതലപ്പള്ളി കൃഷിയിലാണ് ഇതാണ് ഇറ്റലി ഹാർബർ എഞ്ചിനീയറിംഗ് മുതലപ്പൊഴി. ഇനി മുതലപ്പൊഴിയില് ഞാൻ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരെ കൂടെ കാണാതാകുന്ന പ്രശസ്തമായ രീതിയാണ്. ഇത് അശാസ്ത്രീയ നിർമ്മാണം കാരണമാണ് ഇവിടെ വള്ളം കണ്ടറിയുന്നത്. എത്രയെങ്കിലും അഴികൾ ഇവിടെ സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ. അത്തരം സൗകര്യത്തിലാണ് ഇവിടെ കായൽ. ആ കായൽ കണക്ക് ഈ കായൽ ഇവിടെ നിന്ന് കിടക്കുന്നുണ്ട്. എവിടെ വേണോ ഇവിടെ അടികൾ സൃഷ്ടിക്കാൻ. ഒരു 10,500 മാല മുടക്കാൻ പോലെ ഒരു 1,500 അടികൾ വേണമെങ്കിൽ ഇവിടെ സൃഷ്ടിക്കാവുന്നിടത്ത് ഈ മുതലപ്പൊഴിയിൽ തന്നെ ഒരു അടി സൃഷ്ടിച്ച് ഇവിടെ കൂടെ അപകടം ഉണ്ടാക്കി ഈ പ്രദേശത്തിന്റെ കിടപ്പ് ഒന്നും അറിയാത്ത ഏതെങ്കിലും IIT-കളിൽ ഇരുന്ന് കുറച്ച് പേര് ചെയ്യുന്ന ഉപദ്രവങ്ങളാണ് ഇവിടെ മറ്റ് തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് IIT കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും കൂടി ചേർന്നാണ് ഇവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന അവരുടെ വള്ളം മറിയുന്നതും അതുപോലെ തന്നെ മറ്റ് തൊഴിലാളികളെ കാണാതാകുന്നതും അശാസ്ത്രീയ നിർമ്മിതി കാരണമാണ്. 1,500 നിർമ്മിക്കാൻ കഴിയുന്ന ഈ പ്രദേശത്ത് ഒരു പൊഴി സൃഷ്ടിച്ചത് ശരിയാവണ്ണം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മറ്റൊരു പൊഴി സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അതിന് ഇഷ്ടംപോലെ സൗകര്യമുള്ള ഒരു ഇടമാണ് ഈ മുതലപ്പൊഴി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുതലയെ പോലെ അഴി നിർമ്മിക്കാൻ പറ്റുന്ന പ്രദേശമായതുകൊണ്ടാണ് ഇതിന് മുതലപ്പൊഴി എന്ന് തന്നെ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഫിഷിംഗ് ഹാർബറും മുതലപ്പൊഴിയും കഴിഞ്ഞ് അടുത്ത പെരുമാതുറ എന്ന ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുമാതുറയിലെത്തുമ്പോൾ പെരുമാതുറ ഒരു നല്ലൊരു പള്ളി, മുസ്ലിം പള്ളിയും മറ്റും ഉള്ള പ്രദേശവും കൂടിയാണ്. വലിയ ജമാഅത്ത് മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. പെരുമാതുറ
പെരുമാതുറയിൽ നിന്ന് വേണമെങ്കിൽ അടൂർ പഞ്ചായത്തിലൂടെ നമുക്ക് ചിറയൻകീഴ് എത്താവുന്നതുമാണ്. അടൂർ പഞ്ചായത്ത് ചിറയൻകീഴ് അടുത്തടുത്ത് കിടക്കുന്ന തീരദേശ പ്രദേശമാണ്. ഇത് പള്ളി പെരുമാറ പള്ളി. അപ്പോൾ നമുക്കിന്ന് ഈ പെരുമാറ നെറ്റിലെത്തി കഴിയുമ്പോൾ ഈ വീഡിയോ ചായയെല്ലാം ബിരിയാണി നമ്മൾ നേരത്തെ KSRTC ബസ് ചിറയൻകീഴ് പെരുമാതുറയിലോട്ട് ഉണ്ടായിരുന്നു. അത് നിർത്തലാക്കുകയും എന്നാൽ ഈസ്റ്റ് പോർട്ടിൽ നിന്ന് പെരുമാറ ചിറയൻകീഴ് ബസ് സ്ഥാപിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. മുതലമ്പുഴി വഴി ഉള്ള ബസ്സും ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ വരെ നീട്ടാവുന്നതാണ്. ഇപ്പം മത്സ്യബന്ധനത്തിനും മറ്റും വരുന്ന മറ്റ് ജില്ലക്കാർ, മലബാറിൽ നിന്നും മറ്റും വരുന്ന ജീവനക്കാർക്ക് ഇത് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനെ സമീപിക്കണമെങ്കിൽ 2-3 ആട്ടോകളെ സമീപിച്ചാലേ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഈ മുതലപ്പുഴയിലും പെരുമാവറയും വരുന്ന ബസ്സുകളെല്ലാം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ തങ്ങി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊന്നും ചെയ്യാതെ സർക്കാർ റെയിൽവേ സ്റ്റേഷന് അടുത്ത ഈ പ്രദേശത്തെ അടുത്ത മെയിൻ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ജംഗ്ഷൻ ആയില്ലേ? ഇതൊന്നും ചെയ്യാത്ത സംസ്ഥാനങ്ങളോട് എന്താണ് പറയുക? ഓരോ വർഷവും കഴിയുമ്പോൾ KSRTC ബസ്സുകളുടെ ചിറയൻകീഴിലോട്ടുള്ള KSRTC ബസ്സുകളുടെ എണ്ണം കുറയ്ക്കും. ഇതെല്ലാം സ്വകാര്യ പ്രൈവറ്റ് മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതായി സർക്കാർ ജനസേവനം നടത്തുന്നത് മറ്റുള്ള അന്യ ജില്ലയിൽ നിന്ന് വരുന്നവർക്കും എല്ലാം ഒരു സഹായം ചെയ്യുന്ന രീതിയിലാണെങ്കിൽ എല്ലാ ബസ്സും ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനെ ബന്ധിപ്പിക്കേണ്ടതും ചിറയൻകീഴ് ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കേണ്ടതും വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞു.